ഗായ്സ്, എല്ലാവർക്കും ഹൽക്കൻസ് മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇപ്പം എന്താണ് ഓൺ വോയിസ് വന്നിട്ട് ഞാൻ പറയാൻ പോകണമെന്ന്. സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. നമ്മുടെ കുടുംബത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ കുടുംബത്തെ ശിഥിലമാക്കുന്ന വല്ല കമൻറ്റുകളോ പ്രതികരണങ്ങളോ ഉണ്ടാവണമെങ്കിൽ മാത്രമാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കാറുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ പ്രതികരിച്ചാൽ ചിലപ്പോൾ ഞാൻ അച്ഛനല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണം മറ്റേ ദിയ കൃഷ്ണകുമാറിൻ്റെ പ്രസവമാണല്ലോ. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ട് കുറേ കമൻറ്റുകളുണ്ടപ്പോൾ ശരിക്കും കുറേ വിഷമം തോന്നി. അതിൽ പോട്ടെ, കുറേ മന്ദളം ഭയങ്കര കുറേ ആണുങ്ങളുണ്ട്, അവരെ കമൻറ്റ് പോട്ടെ, വല്ലി അവർക്ക് അറിയാൻ പാടില്ല സ്വന്തം അമ്മ എത്ര വേദന സഹിച്ചു എന്നോ സ്വന്തം ഭാര്യ എത്ര വേദന സഹിച്ചു എന്നോ അവർക്ക് അറിയാൻ പാടില്ല. അത് പോട്ടെ, വേദന സഹിച്ച് പ്രസവിച്ച കുറേ പെണ്ണുങ്ങൾ തന്നെ വന്നിട്ട് അതിനകത്ത് ഇവൾ മാത്രമാണോ പ്രസവിക്കുന്നത്, ഞങ്ങളും പ്രസവിച്ചു, ഞങ്ങളും നോർമൽ ഡെലിവറി ആയിരുന്നു, ഞങ്ങളും സി സെക്ഷൻ ചെയ്തിട്ടുണ്ട്, സി സെക്ഷൻ്റെ വേദനയും ചെന്നിട്ടുണ്ട്, നോർമൽ ഡെലിവറിയുടെ വേദന ചെന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നിന്നിട്ടുണ്ട്. അവരത് വീഡിയോ എടുത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഇഷ്ടമല്ലേ. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത്, ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ മറ്റേ എന്താ പറയുക, പപ്പയുടെ സ്വന്തം അപ്പോ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു സീനുണ്ട്, അമ്മ എങ്ങനെയായിരുന്നൊക്കെ മോൻ ചോദിക്കുമ്പോൾ മമ്മൂട്ടി ഒരു സീറ്റിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഓലെ തുമ്പത്തെന്നും പറഞ്ഞിട്ട് ആ പാട്ടി കൂടെ ആ കൊച്ചിനെ അമ്മ എങ്ങനെ നോക്കിയെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെയൊക്കെ പ്രായത്തിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ പോലെ എൻ്റെ ഇരിക്കും. കാരണം അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, സാമ്പത്തികവും ഉണ്ടായില്ല. അപ്പോൾ ആ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഷൂട്ട് ചെയ്യണമെന്നും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കണമെന്ന്. ഇപ്പോൾ നമ്മുടെ അമ്മയൊക്കെ നമ്മളോട് പറഞ്ഞ പോലെ നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച കഥ പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് കഥ പറയണ്ട, യൂട്യൂബ് എടുത്ത് കാണിച്ചു കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനും ഈ പറഞ്ഞ 2 ഡെലിവറി രാജഗിരിയിലായിരുന്നു. അപ്പോൾ നമ്മളും വീഡിയോ എടുത്ത് വെച്ചായിരുന്നു. പക്ഷേ ഞാനത് പോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അവിടെ ഷൂട്ട് റൂമുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഷൂട്ട് റൂം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന റൂം വേറൊരു റൂമായിരുന്നു, ലേബർ റൂം തന്നെയായിരുന്നു. അങ്ങനെ അടുത്തടുത്തായിട്ട് കുറേ പേരൊക്കെ ഇടക്കിടക്കണ അങ്ങനത്തെ ഒരു ലേബർ റൂമായിരുന്നു. അപ്പോൾ അവിടെ ഫോൺ കയറ്റാനൊന്നും പെർമിഷൻ ഉണ്ടായില്ല. ആദ്യത്തെ കുട്ടീൻ്റെ കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഫോണൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. എന്നിട്ടും ഇതെൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതുകൊണ്ട് 2 ഫോൺ കയ്യിൽ നടന്നപ്പോൾ ഒരെണ്ണം അവർ കാണുകളെ ഷെൽഫിൽ വെച്ചിട്ട് ഒരെണ്ണം ഷഡിക്കാത്ത വെച്ച് ഞാൻ ഉള്ളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടില്ല, നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ലാപ്ടോപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേരെ എപ്പോഴും വലുതായി വരുമ്പോൾ ഇത്രയും വേദന സഹിച്ചിട്ടൊക്കെയാണ് നിന്നെ പ്രസവിച്ചെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. പക്ഷേ ഈ ഒരു ഷൂട്ട് റൂമിൽ ദിയ കൃഷ്ണ പ്രസവിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഭാര്യയുടെ കൂടെ നിന്നവർക്കും ആ വേദന അനുഭവിച്ച ഭാര്യമാർക്കും നല്ല വിഷമം തോന്നിയിട്ടുണ്ടാവും. എനിക്കത് റിലേറ്റ് ആവാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പാർട്ടോഗ്രാഫ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വൈഫിൻ്റെ ഡെലിവറിക്ക് ആകെ ഇറിറ്റേഷൻ ഒരു സംഭവം അതാട്ടോ. അത്രയും തണുപ്പുള്ള റൂമിൽ വൈഫിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ ഒരു സൗണ്ട് ഭയങ്കര അരോചകമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ 2 ഡെലിവറിക്ക് അത് ഓർമ്മ വന്നു. പിന്നെ അശ്വിൻ്റെ കേസ് വന്നപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് നിന്നായിരുന്നത്. എനിക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ വൈഫിൻ്റെ കൂടെ ഞാൻ ചേർന്ന് നിന്നായിരുന്നു കേട്ടോ, ചേർന്നിരിക്കായിരുന്നു. ആ സമയത്തൊക്കെ ഇടി, തല്ല്, കടി, മാന്ത് ഇതൊക്കെ കിട്ടിക്കണം. ഭാഗ്യത്തിന് അതിനുശേഷം കാലിലെടുത്ത് ഞാൻ പോയിരുന്നില്ല, ഇരുന്ന ചവിട്ടിട്ട് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടോ, മാന്തിയതും ചവിട്ടിയതൊക്കെ ഇടിച്ചതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. ഇതിൻ്റെ ഒരു കാരണക്കാരൻ ഞാനും കൂടി ആയതുകൊണ്ടാവാം ചിലപ്പോൾ എനിക്ക് കിട്ടിയത്. ഓക്കെ, വാട്ടവർ, കല്ലി. പക്ഷെ അതൊക്കെ ഒരു രസമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ വീഡിയോ എടുത്ത് വെച്ചത് നിങ്ങൾക്ക് പൈസ കിട്ടാനല്ലേ, അഭിനയമല്ലേ എന്ന് പറഞ്ഞ കുറേ കമൻറ്റുകൾ. അതിൽ ഭൂരിഭാഗം ആണുങ്ങളുടെ കമൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, കല്ലി പോട്ടെ, ഇവന്മാർക്ക് ഇതിന് അറിയാൻ പാടില്ല. സ്വന്തം ആരെ എപ്പോഴും പ്രസവിക്കുമ്പോൾ പുറത്ത് പോയി സിഗരറ്റ് വലിക്കാനും പബ്ജി കളിക്കാനൊക്കെ ഈ മൊണ്ണകൾക്ക് അറിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണെന്ന് ഇവന്മാർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അവരുടെ കേസ് വിടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്നെ ഡെലിവറി ചെയ്തു കുണ്ടായി ഹോസ്പിറ്റലാണ്. എൻ്റെ അമ്മ പറഞ്ഞ കഥ എനിക്കറിയുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പം പുറത്താണ്, അപ്പനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പം അത്രയും നല്ലൊരു ഹോസ്പിറ്റലായിരുന്നിട്ട് പോലും എൻ്റെ അമ്മ ഡെലിവറി സമയത്ത് കിടന്ന് വേദനിച്ച് കരഞ്ഞപ്പോഴൊക്കെ നേഴ്സ് പറഞ്ഞ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അടങ്ങി കിടക്കടേ അവിടെ, പ്രസവിക്കാൻ വന്ന വേദനയ്ക്ക് ഉണ്ടാവും, ഇതൊക്കെ തിന്നാൻ പറ്റുമെങ്കിൽ പണിക്ക് നിന്നാൽ പോരെ എന്നാണ് അവിടുത്തെ നേഴ്സ് എൻ്റെ അമ്മോട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. കാരണം ആ സമയത്തൊക്കെ നല്ല ടെററായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഇവർ പുറത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ നേഴ്സുമാരെങ്ങനെ ബിഹേവ് ചെയ്യണമെന്നോ ഇവരെങ്ങനെ പെരുമാറണം, ഓൾറെഡി ആ സമയത്ത് പെണ്ണുങ്ങൾ വേണം സഹിക്കണം. പിന്നെ നേഴ്സുമാരെ കുൺസായ്മയും കൂടി കേൾക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കേസല്ല. അപ്പം എൻ്റെ അപ്പൻ ഇപ്പോൾ അറിയില്ല എൻ്റെ അമ്മ എത്ര വേദന സഹിച്ചിട്ടുണ്ടെന്നോ എൻ്റെ അമ്മ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും എൻ്റെ അപ്പൻ അറിയാൻ പാടില്ല. പക്ഷേ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ 2 ഡെലിവറിക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ നല്ല മാന്യമായ രീതിയിലാണ് നേഴ്സുമാർ സഹകരിച്ചതും സംസാരിച്ചതും ട്രീറ്റ്മെൻറ്റ് ചെയ്തതൊക്കെ. രാജഗീരിലിറങ്ങേ ഫസ്റ്റ് ഡെലിവറി അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് 2ാമത്തെ ഡെലിവറി അവിടെ തന്നെ ആക്കിയത്. എനിക്ക് 2 ഡെലിവറിക്ക് എനിക്ക് തോന്നുന്നത് 2 ലക്ഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. എല്ലാം കൂടെ ഫുഡ് അടക്കം 4-5 ദിവസം പോയി നിന്നിട്ടും
വലിയ പൈസ ചിലവൊന്നും ആയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഇതേപോലെ ഷൂട്ട് റൂം എടുത്ത് പ്രസവിക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് 10 മാസം ടൈമുണ്ട്, അല്ലെങ്കിൽ 9 മാസം സമയമുണ്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഷൂട്ട് റൂം എടുത്ത് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്തോ, പൈസ ഉണ്ടാക്കിക്കോ, പോയി പ്രസവിച്ചോ, അത്രേ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ഷൂട്ട് റൂം എടുത്ത് പ്രസവിച്ച് വീഡിയോ ഇടുമ്പോൾ ഇത് പൈസ ഉണ്ടാക്കാനാണ്, ഇത് റീച്ചിനാണെന്നും പറഞ്ഞിട്ട് എന്തിനാ കിടന്ന് കരയുന്നു. ഇതിൽ കുറേ പെണ്ണുങ്ങളുടെ കമനോടൊപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവർക്ക് കുറേ പെണ്ണുങ്ങൾക്ക് ഇത് കിട്ടാനുണ്ട്. അതായത് ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവിന് അടുത്ത് കിട്ടാത്ത വിഷമമുണ്ട്. അപ്പോൾ അവരുടെ കമൻറ്റിൽ അവർ പറയുന്നുണ്ട്, ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടോ, ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഇക്കാനെ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനെ അല്ലെങ്കിൽ എൻ്റെ ഇച്ചായനെ അടുത്ത് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ല. കാരണം ചില ഹോസ്പിറ്റലിൽ ഇപ്പോഴും ലേബർ റൂമിൽ ഒരാളെ കയറ്റാനുള്ള ഫെസിലിറ്റി ഇല്ല. ഗവൺമെൻറ് ഹോസ്പിറ്റൽ തീരില്ല. കാരണം അവിടുത്തെ നഴ്സുമാരുടെ വയറനാക്ക് എല്ലാവരും കേൾക്കുമല്ലോ. ഗവൺമെൻറ് ഭയങ്കര പ്രശ്നമാണ്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഇത്രയും നല്ല ഹോസ്പിറ്റൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ചൂസ് ചെയ്യുമ്പോൾ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. നമുക്ക് ഭാര്യയെ പ്രസവിച്ച് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം പോലെ തന്നെ എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും ഈ ഭാര്യമാരെ പ്രസവിച്ച് കൊച്ചിനെ കിട്ടി കഴിയുമ്പോൾ അവരത് മറക്കും, ആ വേദനയാണ് മറക്കും. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യണ ഹോസ്പിറ്റലിൽ അത്രയും ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫണ്ട് 9 മാസം കൊണ്ട് ഉണ്ടാക്കി വെച്ചോന്നേ, എന്നിട്ട് നിങ്ങൾ പോയി പ്രസവിച്ചോ, ഒരു കുഴപ്പമില്ല. അല്ലാതെ മറ്റുള്ളവർ ചെയ്യണ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് കണ്ണ് കടിച്ച് കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് 1993 നേഴ്സുമാരാണ് എൻ്റെ അമ്മയോട് അത്രയും മോശമായിട്ട് സംസാരിച്ചത്. അത് പോട്ടെ, പണ്ടത്തെ കാലം വയ്യ. ഇതിപ്പോൾ റീസെൻ്റ് ഒരു 10-15 വർഷം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ കൊച്ചും കൊണ്ടായിലാണ് ഡെലിവറി. അപ്പം അവനും അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു പെർമിഷൻ ഇല്ല, അവനും പുറത്തിറങ്ങും. അപ്പം ആ സമയത്തും ഇതേപോലെ നേഴ്സ് ഇവൻ്റെ വൈഫ് കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വൈഫിനോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കിടന്ന കാലിട്ടടിച്ചിട്ടും കയ്യിലടിച്ചിട്ടും കാര്യമൊന്നുമില്ല, പ്രസവിക്കുമ്പോൾ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും, ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഈ പരിപാടിക്ക് പോയാൽ പോരെ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവർ പ്രസവിക്കുകയെ അവർ ഡെലിവറിക്ക് പേന തയ്ക്കുകയെ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ പോയിട്ട് അവരെ മെക്കെട്ടാറ് നിൽക്കണ്ട. അപ്പം അവൻ്റെ വൈഫ് അത് അങ്ങനെ തന്നെ അവനോട് പറഞ്ഞിട്ട് അന്നുള്ളത് അവൻ്റെ വായി നല്ലവണ്ണം കിട്ടിയേക്കണ്. ആ നേഴ്സ് കുറച്ച് പ്രായമുള്ള നേഴ്സുമാരായിരുന്നു, അവർക്ക് അവൻ്റെ വായി കിട്ടിയേക്കണ്. എല്ലാ നേഴ്സുമാരെ കേട്ടോ ഞാൻ പറഞ്ഞു, എല്ലാ നേഴ്സുമാരും കൊടി കുത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ഇങ്ങനെ പറഞ്ഞ നേഴ്സുമാരെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദിവസം 3-4 ഡെലിവറിയൊക്കെ നോക്കാണ്ടാവും എന്ന് ചോദിച്ചിട്ട് അവിടെ വരണ പെണ്ണ് ചിലപ്പോൾ ആദ്യത്തെ പ്രസവമായിരിക്കും. അവൾ പ്രസവിച്ച എക്സ്പീരിയൻസ് ഉള്ള പെണ്ണൊന്നുമല്ലല്ലോ, ഫസ്റ്റ് പ്രസവമല്ലേ. ഇപ്പം ഇതിനകത്തുനിന്ന് കമൻസ് ഭൂരിഭാഗം കമൻസ് അങ്ങനെ തന്നെ, ആദ്യത്തെ വണ്ടി പ്രസവിക്കുന്ന പെണ്ണാണോ, ലോകത്തിൽ ആദ്യത്തെ പ്രസവമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെ, എല്ലാ പെണ്ണുങ്ങളും ഫസ്റ്റ് പ്രസവിക്കുമ്പോൾ ആദ്യത്തെ പ്രസവം തന്നെയാണ്. ചിലപ്പോൾ അത് ഭയങ്കര ആഘോഷമായിട്ട് നടത്തും. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്ത് റിയാകൃഷ്ണ പോയി പ്രസവിച്ച ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി പ്രസവം തന്നെ. നൊന്ത് പ്രസവിച്ച അമ്മ, അച്ഛൻ, സിബ്ലിങ്സ്, കെട്ടിയോൻ എല്ലാവരും കൂടെ ഉണ്ട്. അത് അവളുടെ ദിവസമാണ്, അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവളുടെ ദിവസമാണ്. ആ സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം കൊണ്ടും തന്നെ ആ ഒരു പ്രസവം നല്ല രീതിക്ക് നടന്നു. അത്രയും വേദന സഹിച്ച് കിടന്നു. അത് എന്നിട്ട് അതിൻ്റെ താഴെ എപ്പിഡൂറിൽ എടുത്തുകൊണ്ട് വേദന അത്രയൊന്നും ഇല്ലല്ലോ ഒന്ന്. വേദന എപ്പിഡൂറിൽ എടുത്താലും കണക്ക് തന്നെ. ഇപ്പം എൻ്റെ ഭാര്യ 2% എപ്പിഡൂറിൽ എടുത്തില്ല എന്ന് ചോദിച്ചിട്ട് വേദന എക്സ്ട്രാ വേദന നിന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. വേദന കഴിച്ചു, നല്ലവണ്ണം വേദന കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ എപ്പിഡൂറിൽ എടുക്കാൻ എൻ്റെ കേസ് കൊണ്ടുണ്ട്. ഞാനൊരു ജിം ട്രെയിനറാണ്. അപ്പം മിക്ക ക്ലയൻസിന് ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളത് എപ്പിഡൂറിൽ എടുത്തിട്ടാണ് അവർ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിനെ എപ്പിഡൂറിൽ എടുക്കാൻ നിന്നില്ല. പിന്നെ അവളും പറഞ്ഞു, ചാച്ച മാക്സിമം എപ്പിഡൂറിൽ എനിക്ക് എടുക്കണ്ട, എനിക്ക് എൻ്റെ മക്കളൊന്നും ഒന്ന് തന്നെ പ്രസവിക്കണം, അവർ വലുതായി വരുമ്പോൾ എനിക്ക് നൊന്ത് പ്രസവിച്ച കണക്ക് പറയാനുള്ളതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ഭാര്യ എപ്പോഴും കണക്ക് പറയണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിക്കോട്ടെ, 10 മാസം നൊന്ത് പ്രസവിച്ച കണക്ക് അവളും പറയട്ടെ, എല്ലാ പെണ്ണുകളും പറയണല്ലോ, അവർക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ അവരും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ എങ്ങാണ്ടെന്ന് തോന്നും, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വെളുപ്പിനെന്തോ ഇവൾക്ക് PV ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ ഇടയ്ക്ക് പെയിൻ വന്നും പോയൊക്കെ ഇരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് കൂടെ ഞാനുണ്ടായിരുന്നുള്ളൂ, അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഞങ്ങളുടെ റൂമിലായിരുന്നു, പക്ഷേ ഇവിടെ ലേബർ റൂമിൽ കയറ്റുമ്പോൾ ഞാൻ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ ഫുൾ ടൈം കൂടെ. അപ്പം ഇതുപോലെ 4 മണി വരെ ഒരു നേഴ്സ് എൻ്റെ കൂടെ വന്നിട്ട് എപ്പിഡൂറിൽ വേണോ എടുക്കണോ എന്ന് വെച്ചിട്ട് പേപ്പറും കൊണ്ടുവരായിരുന്നു. ഞാൻ പറഞ്ഞു ഏയ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തള്ളി മാറ്റിക്ക് വിട്ടു. അങ്ങനെ വൈകുന്നേരം ഒരു 4:15 വരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വന്ന് പോവാണ്. ഒരു 4 മണിയായി കഴിഞ്ഞപ്പോൾ ആൾക്ക് പെയിൻ കണ്ടിന്യൂസ് ആയി. 4:15 കഴിഞ്ഞപ്പോൾ ആളുടെ ബോധം പോയി. അപ്പോഴേക്ക് ടെൻഷനായി. ഞാനപ്പോൾ അവിടെ പറഞ്ഞത് നേഴ്സ് നോക്കിയിട്ട് കാണാനില്ല. നേഴ്സിനെ കണ്ടുപിടിച്ച് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞു എപ്പിഡൂറിലിടാം, പേപ്പർ എവിടെ, പേന എവിടെ എന്ന് പറഞ്ഞ് ഞാൻ പേപ്പർ മേടിച്ച് സൈൻ ചെയ്ത് കൊടുത്തു എപ്പിഡൂറിൽ എടുക്കാൻ വേണ്ടിയിട്ട്. സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയണത് എപ്പിഡൂറിൽ നമ്മളല്ല എടുക്കുന്നത്, വേറെ ഒരു ടീമാണ്, അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. രാജകീയയിൽ അവർ വന്നു കഴിഞ്ഞപ്പോൾ ആൾ അനങ്ങാതെ കിടക്കുക. പറഞ്ഞു സാറ് ഇനി എടുക്കാൻ പറ്റൂല, കാരണം ആൾ ആകെ
അൺകോൺഷ്യസ് ആയിപ്പോയി, ഇനിയിപ്പോൾ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി. അങ്ങനെ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, ഓക്കെ കോൺട്രാക്ഷൻ വന്നൊന്ന് നോക്കാമോ, അതുവരെ പുള്ളിക്കാരിക്ക് 4 ഉള്ളോ. അങ്ങനെ പുള്ളിക്കാരി കോൺട്രാക്ഷൻ വന്നൊന്ന് നോക്കാൻ വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ 9 വന്നു എന്ന് പറഞ്ഞു. 9 അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പുള്ളിക്കാരനെ തട്ടി വിളിച്ച് എനിപ്പിക്കുന്നു, വൈഫിനെ തട്ടി എനിപ്പിക്കുന്നു, വൈഫ് എണീറ്റു, ഓക്കെ ആയി. അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു ഇനി ഇപ്പോൾ ഡോറിൽ വേണ്ട, നമുക്ക് ലേബർ റൂമിൽ കയറ്റാന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് പൊട്ടിയപ്പോഴേക്കും ലേബർ റൂമിൽ കയറ്റി കൊച്ചിനെടുത്ത് നമ്മുടെ കയ്യിലേക്ക് ആയിരുന്നു തരണം. ആരെ കയ്യിലേക്ക്? കൊച്ചിൻ്റെ തന്ത എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് ഞാനാണ് അവൾക്ക് നെഞ്ചിൽ വെച്ച് കൊച്ചിനെ കൊടുക്കുന്നത്. ഇത് തന്നെ 2ാമത്തെ ഡെലിവറിക്കും. 2ാമത്തെ ഡെലിവറിക്ക് എനിക്ക് അത്ര സമയമൊന്നും ആയില്ല. 6:15 കണ്ടായി കഴിഞ്ഞപ്പോൾ പെയിൻ വന്നു, കയറ്റി. 6:35 6:25 ലേബർ പെയിൻ തുടങ്ങി. 6:35 കൊച്ചിനെ കിട്ടി, അതും നമ്മുടെ കയ്യിൽ. അപ്പോൾ എനിക്ക് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മുടെ സ്വന്തം ചോരയിൽ 2 കൊച്ചിനെ നമ്മുടെ കയ്യിലേക്ക് കയറണേ. നമ്മുടെ സ്വന്തം കൊച്ചിന് നമ്മളെ നോക്കി, ആദ്യത്തെ കൊച്ചിനെ നോക്കി ചിരിച്ചായിരുന്നു, 2ാമത്തെ കൊച്ചിനെ എന്നെ മനസ്സിലായില്ല, അവർക്ക് കാണാൻ പറ്റില്ലെന്നൊക്കെ ഞാൻ കേട്ടേണേ. അപ്പോൾ ഈ 2 ചോരക്കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ അഡിക്റ്റ് ആയിപ്പോയി. എനിക്ക് ഇനിയും കുട്ടികൾ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ വൈഫ് 2ാമത്തെ കുട്ടിയിൽ തന്നെ മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ച് നിൽക്കുകയാണ്. കാരണം ഇത്തിരി പശകാണ്, ഏതപ്പനെ പോലെ ഒന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, കെട്ടിയവന്മാരായിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് നിങ്ങളുടെ ഭാര്യമാരോട് പോയി ചോദിക്കുക, ആ സമയത്ത് നീ എന്താണ് ആഗ്രഹിച്ചത്? കുറേ പച്ചമാങ്ങ തിന്നാനും കുറേ ഫ്രൂട്ട്സ് കുടിക്കാനും ജ്യൂസ് കുടിക്കാനും എല്ലാവരും ആഗ്രഹിച്ചാണ്. അവർ ഡെലിവറി സമയത്ത് നിങ്ങൾ കൂടെ വേണം തന്നെ ആഗ്രഹിച്ചാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ നമ്മുടെ ഭർത്താക്കന്മാരെ അമ്മേനെ കൊണ്ട് കൂടെ എത്തിയിട്ട് ഒരു കാര്യമില്ല. സ്വന്തം അമ്മ കൂടെ നിൽക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, ആ ഒരു വിശ്വാസവും സ്നേഹവും ഭർത്താവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണില്ല. അപ്പോൾ അത് അവളുടെ ഡേ ആണ്. അപ്പോൾ അവളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ അവളുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ കൂടെയുള്ളത് ഏറ്റവും നല്ലത്. അവിടെ കൊണ്ടുപോയി ഭർത്താവിൻ്റെ അമ്മേനെ അച്ഛനെയും കൊണ്ട് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി ഇത് കണ്ട് വിഷമം തോന്നിയിട്ട് ആരും വന്നിട്ടും കാര്യമില്ല. അപ്പോൾ ഇത് കാണുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഭാര്യമാരുടെ ഡെലിവറിക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പോയി നിൽക്കുക. എൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂട്ടാൻ്റെ വൈഫിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ സ്റ്റോറി ഇട്ടപ്പോൾ അവൻ എനിക്ക് മെസ്സേജ് ഇട്ടു, കൺഗ്രാറ്റ്സ് ആൺകുട്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൻ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായി നിൻ്റെ വൈഫിനെ കയറ്റിയിട്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ വൈഫ് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളായിട്ട് ഉണ്ടാവില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പോയില്ലടാ? ഞാൻ പോയില്ലടാ. നീ എന്താ പോവാ? എനിക്ക് ഡിസംബറിൽ നാട്ടിൽ പോകാനുള്ളതോ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ക്രിസ്മസ് കൂടാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രവാസികളുടെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചില പ്രവാസികൾ 12 മാസം ഇവിടെ കഷ്ടപ്പെട്ടിട്ട് 1 മാസം നാട്ടിൽ പോയി അടിച്ചു പൊളിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ആ 1 മാസം നിങ്ങൾ വൈഫിൻ്റെ കൂടെ പോയി അടിച്ചു പൊളിക്കുന്നേ. വൈഫിൻ്റെ കൂടെ പോയി അടിച്ചു പൊളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അടിച്ചുപൊളി നടന്നു വരില്ല. ചിലപ്പോൾ 1 മാസം അവളുടെ കൂടെ ഉറക്കില്ലാണ്ട് മക്കളെ നോക്കിയിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഫുള്ള് ഹോസ്പിറ്റലിൽ വരെ നടക്കേണ്ടി വരും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അടിച്ചുപൊളി നടക്കില്ല. പക്ഷെ ആ സമയത്ത് അവൾ ആഗ്രഹിക്കണ്ടോ നമ്മുടെ സപ്പോർട്ടൊക്കെ. എത്രയൊക്കെ നമ്മുടെ അമ്മയും അപ്പനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിൽ ഉള്ളൊരു സപ്പോർട്ട് വേറെ തന്നെ. ഞാൻ ഇവിടുന്ന് 1 ആഴ്ച 2 ആഴ്ച ലീവിന് പോയതാണ് ഫസ്റ്റ് ഡെലിവറിക്ക്. 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. നോർമൽ ഡെലിവറി എന്ന് പേര് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അന്ന് പഠിച്ചു. ഇതൊരു സുഖപ്രസവമുള്ള പരിപാടിയൊന്നുമില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ചയെങ്കിലും എടുത്തു വൈഫ് ഒറ്റയ്ക്ക് കട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാനായിട്ട്. കാരണം ഇവർ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് ഇവർക്ക് താഴെ വേറെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഉണങ്ങി വരാനും അത് ഹീലായി വരാനൊക്കെ സമയമെടുക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ അനുഭവിച്ച പെണ്ണുങ്ങളാണ് ഇതിൻ്റെ താഴെ പോയിട്ട് ഇതൊക്കെ ഓവറല്ലേ, ഇതൊക്കെ പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നു. ഇവർക്ക് ഇത് കിട്ടിയിട്ടില്ല. ഇവരാഗ്രഹിച്ച സമയത്ത് ഒന്നുകിൽ ഇവരുടെ അച്ഛനെയോ അമ്മേനെയോ ഇവരുടെ ഹസ്ബൻഡിനെയോ ഇവരെ കൂടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഡെലിവറി ടൈമിൽ ഇപ്പം നാട്ടിൽ ഇപ്പം ഇതൊരു ട്രെൻഡിങ് ആണല്ലോ പ്രസവമൊക്കെ. അപ്പം ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ വേദന തിന്നണ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം സഹിച്ചു നിൽക്കണം. ഇത് നേരെ മറിച്ച് ദൈവം ആണുങ്ങൾക്കാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. ഇതൊരിക്കലും നടക്കുള്ളൂ. പിന്നീട് ആ പരിപാടിക്ക് ഒരു ആണിനും കിട്ടൂല. ഇത്തരം വേദന സഹിക്കാൻ വേണ്ടി എനിക്ക് തോന്നണില്ല. ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾ എത്ര കഷ്ടപ്പാട് ആണെങ്കിലും സഹിക്കും. കുടുംബത്തിന് വേണ്ടി എത്ര ആണെങ്കിലും കഷ്ടപ്പെടും, പട്ടിനെ പോലെ പണിയെടുക്കും. പക്ഷേ ഇത്രയും വേദന സഹിച്ച് പ്രസവിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നും ആണുങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അത് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഞാൻ അത് കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൈയൊക്കെ മുറിയുമ്പോഴേക്കും ഞാൻ വർക്കൗട്ടുകളും ചെയ്യില്ല, അതും പിടിച്ചിങ്ങനെ നടക്കുന്ന ആളാണ്. അപ്പം അതുപോലെ നിൽക്കണം നമ്മൾ. ഈ ഒരു സ്റ്റിച്ച് ഇടുള്ള കാര്യങ്ങളും ഇത്ര വേദന സഹിച്ച് പുഷ് ചെയ്ത് ഒരു കൊച്ചിനെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അത് വേറെ കാര്യം. അപ്പം കഷ്ടപ്പാടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആണുങ്ങളെ കൊണ്ട് പറ്റും, നമുക്കത് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എപ്പോഴും ജീവിതകാലം മൊത്തമാണേ നീ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക, പെണ്ണേ നീ ഭൂമിയിൽ വേദന സഹിച്ച് ജീവിക്കുക. കാരണം പെണ്ണുങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ വേദന കൊടുത്തേക്കുന്നത്. ആണുങ്ങൾക്ക് വേദന സംബന്ധിച്ച് കുറവാണ്, കഷ്ടപ്പാടാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. ഒരു ഭർത്താവായി ഒരു അച്ഛനായി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് എല്ലാ പെണ്ണുങ്ങളുടെയും കാര്യമല്ല, ഇത് ആഗ്രഹിച്ച് കിട്ടാണ്ട് പോയി അസൂയം മൂത്ത കുറേ പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ അവർക്ക് കിട്ടാത്ത വേറൊരു പെണ്ണിന് കിട്ടിയെന്ന് കാണുമ്പോൾ കുറേ പെണ്ണുങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്കണ്ട് കടിക്കണത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടൊരു കടി. അപ്പോൾ അങ്ങനെയുള്ള പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പൊക്കോ. മറ്റുള്ളവർ അവരുടെ
സിബ്ലിങ്സോ അച്ഛനോ അമ്മയോ സ്യൂട്ട് റൂമോ എന്താ എടുത്ത് പ്രസവിച്ചോട്ടെ, നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവരതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നത് അവരുടെ കഴിവ്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല നിങ്ങളുടെ കഴിവ് കേട്, അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. ഇപ്പോൾ ദിയ കൃഷ്ണയുടെ വീഡിയോൻ്റെ താഴെ വന്ന കമൻറ്റ് എപ്പിഡ്യൂറിൽ എടുത്തുകൊണ്ട് പെയിൻ ഭയങ്കര കുറവായിരിക്കും, ഇതിലും വേദന സഹിച്ച പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട്. എല്ലാവർക്കും പെയിൻ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ചിലർക്ക് പറഞ്ഞ എപ്പിഡൂറിൽ കൊടുത്താലും ചിലപ്പോൾ കൊച്ചു വന്നത് പുള്ളിക്കാരി കൊച്ചു വന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിലർക്ക് നല്ല വേദന ഉണ്ടാവും, ചിലർക്ക് അറിയും. എല്ലാവരുടെയും ശരീരപ്രതി ഒരുപോലെ അല്ല, നല്ല വേദന എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ നോർമൽ ഡെലിവറിക്ക് വേണ്ടി അത്രയും വേദന സഹിച്ചിട്ട് ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നമാകുമ്പോൾ സിസ്റ്ററിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. 2 വേദന സഹിച്ച ഒരേ സമയം, സി സെക്ഷനും നോർമലും. ഇത് സഹിച്ച് പ്രസവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിങ്ങൾ മാത്രമല്ല പ്രസവിക്കണമെന്ന് പറഞ്ഞ കമൻറ്റൊക്കെ എഴുതിയോടെ ആർക്കും പറ്റും, മനസ്സിലായില്ലേ? ഇതേപോലെ വേദന സഹിച്ച് നിങ്ങൾ വീഡിയോ എടുത്തിട്ടോന്നേ, അത് മറ്റുള്ളവർക്ക് അറിയാലോ. ഇതാരെങ്കിലും വീഡിയോ എടുത്ത് വിടുമ്പോഴാണോ നിങ്ങളിത് ചർച്ചാ വിഷയമാക്കുന്നത്? ഇതെല്ലാ കാലം നാട്ടിലുള്ളത് തന്നെയാണ്. സ്ത്രീകളാകുമ്പോൾ പ്രസവിക്കും, വേദന ഉണ്ടാവും, വേദന സഹിക്കും. ഇതൊരു സ്ത്രീ അത് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് നെഗറ്റീവ് പറഞ്ഞെന്ന കാര്യം, നിങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ കഴിവുകേട്. അവിടെ പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടെന്ന കാര്യം. പിന്നെ എല്ലാ പ്രവാസികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലർക്ക് ലീവ് കിട്ടിയിട്ട് പോകാത്തവരുണ്ട്, ചിലർ ലീവ് കിട്ടാത്തവരുണ്ട്. പക്ഷേ നിങ്ങൾ മാക്സിമം ഒരു കൊല്ലം നാട്ടിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഡെലിവറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ ഡെലിവറിക്ക് മാക്സിമം പോകാൻ നോക്കുക. അവരത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചോദിച്ചാൽ മതി. അവർ ആ സമയത്ത് നിങ്ങൾക്ക് ഐഫോണോ ഗിഫ്റ്റോ മറ്റേതോ കുന്തം കുറച്ചക്കറോ പച്ചമാങ്ങ എന്നെല്ലാം ആഗ്രഹിക്കുന്നു. ആ ഡെലിവറി സമയത്ത് അവർക്ക് കൈ പിടിക്കാൻ ഒരാൾ, അത്രേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ ഭാര്യ, ഇപ്പോഴും 2ാമത്തെ കുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണേ. ഇപ്പോഴും എൻ്റെ ഭാര്യ പറഞ്ഞു, ചാച്ച ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പ്രസവിക്കാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ അവളുടെ ഹെൽത്ത് ഓക്കെ ആയതുകൊണ്ട് മാത്രം വേണ്ട വെച്ച് നിൽക്കണതാണ്, അല്ലാണ്ട് അവൾക്ക് ഇഷ്ടമല്ലാണ്ടൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതൊരു സപ്പോർട്ട് തന്നെ. പിന്നെ അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ എനിക്കറിയില്ല ഇനി വരുമോ ഇല്ല എന്നുള്ളത്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ലേബർ റൂമിൽ മിക്കോടത്തും ഭർത്താവിന് കയറി പോകാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഭർത്താവിന് വരാൻ പറ്റില്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മേനെ വിടാണ്ട് ആ പെണ്ണിനെ സ്വന്തം അമ്മേനെ കൊണ്ടുവരുത്താണെങ്കിൽ അവൾക്ക് അത്രയും ആശ്വാസം കിട്ടും. ഇപ്പോൾ ദിയയുടെ വീഡിയോ കണ്ടില്ലേ, അമ്മോട് പറയണേ എനിക്ക് സഹിക്കാൻ പറ്റുള്ള അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ സ്വന്തം അമ്മ അടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ആ കൈ ഒന്ന് മുറുക്കി പിടിക്കാം. ഭർത്താവിൻ്റെ അമ്മ എത്ര അടുത്തുനിന്നാലും അവർക്കതൊന്നും കണക്റ്റ് ആവും എനിക്ക് തോന്നണില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അസൂയേണ്ട കാര്യം, അത് ഞാൻ കറക്റ്റായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വൈഫ് ഇപ്പോൾ നിൽക്കുന്നത് അവളുടെ വീട്ടിലാണ്, എൻ്റെ വീട്ടിലാണ് നിൽക്കണം. കുട്ടികളായി പിന്നെ അവൾ അവളുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നു. എൻ്റെ വീട്ടിൽ നിൽക്കാത്തതിന് തക്കതായ കാരണങ്ങളുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം എന്ന്. ആ കാരണം ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ആ പ്രശ്നം എനിക്ക് തന്നെ പരിഹരിക്കാൻ പറ്റില്ല. പിന്നെ ഞാനത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെങ്കിലും പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാനത് ഇവിടെ വന്ന് അതൊരു വിവാദമാക്കി അതൊരു പ്രശ്നമാക്കി വലിയ ലെവലിൽ കൊണ്ടെത്തിച്ചിട്ട് എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്കതുകൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പം വൈഫ് അവിടെ നിൽക്കണേൽ കുറേ പെണ്ണുങ്ങൾക്ക് വേറെ കണ്ണുകടിയുണ്ട്. സ്വന്തം വീട്ടിലല്ലേ, അമ്മയുടെ അച്ഛനെയും കൂടെയല്ലേ, പണിയെടുക്കണ്ടല്ലോ, സുഖമല്ലേ, മക്കളെ നോക്കിയിരുന്നാൽ പോരെന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവളുടെ അപ്പനും അമ്മയും നല്ലതായതുകൊണ്ട് അവർക്ക് കിട്ടണമെന്നേ. നിങ്ങൾക്ക് നല്ല അപ്പനും അമ്മയുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നോ, അയാളും പറഞ്ഞാൽ വേണ്ടാന്ന്. അപ്പം ഇങ്ങനെയും കണ്ണുകടിയുള്ള കുറേ പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾക്ക് കിട്ടാത്ത മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ കിടന്ന് കടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പോയിട്ട് നിങ്ങൾ കെട്ടിനടുത്ത് പറയുന്നേ, നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് കാണാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള കമൻറ്റ് ബോക്സിൽ പോയി കറണ്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ കൂടുതലും ആൾക്കാർ ഗവൺമെൻറ് ഹൗസിൽ ചൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു പെണ്ണിനെ കെട്ടിച്ചുവിടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവളുടെ അപ്പനമ്മയും കെട്ടിച്ചുവിടുക. നമ്മുടെ നാട്ടിൽ ഒരു സമ്പ്രദായമുണ്ട്, ഒരു മൂഞ്ച് സമ്പ്രദായം ഉണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ആദ്യത്തെ പ്രസവം പെണ്ണ് വീട്ടുകാർ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, 2ാമത്തെ പ്രസവം ആണ് വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും ഷെയർ ചെയ്ത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ പ്രസവം നോക്കാൻ കഴിവുണ്ടെങ്കിൽ കെട്ടരുതെന്നേ. നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ മാത്രം കെട്ടിയാൽ മതി. ഇത് ഞാൻ പൈസ ഉള്ളവരെ കേസ് വെച്ച് പറഞ്ഞതല്ല. നമുക്ക് നമ്മുടെ ഭാര്യനും മക്കളെയും പോറ്റാൻ കഴിവുണ്ടെങ്കിൽ കെട്ടിയാൽ മതി. ഞാൻ പിന്നേറെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എൻ്റേതായ എന്തെങ്കിലും ആവശ്യം വന്നിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുത്തും കൈ നീട്ടി നിന്നിട്ടില്ല. കാരണം ഞാൻ കെട്ടിച്ച് വരുമ്പോഴേ എൻ്റെ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോടും അമ്മോടും പറഞ്ഞു, അവരെനിക്ക് കെട്ടിച്ചു തന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. ഞങ്ങളായി ഞങ്ങളുടെ പാടായി ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വേറെ ജീവിച്ച് പോകണം. അപ്പം നമ്മൾ അവരുടെ അടുത്ത് കൈ നീട്ടാനോ ഒന്നിനും നമ്മൾ പോകണില്ല. കാരണം എന്താ, നമ്മൾ പെണ്ണ് കിട്ടുന്നത് എന്തിനാ? നമുക്ക് അവരെ നോക്കാൻ പ്രാപ്തിയുള്ളതുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പം 2 ഡെലിവറി നമ്മൾ തന്നെ നോക്കിയാൽ ഇതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. നാട്ടു നടപ്പ് നീ മാറ്റി, നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലി ഇതിലെ കേട്ട് ഇതിലെ വിടന്നെ. ഇനി അവർ പറയും പൈസേൻ്റെ ഹുങ്കാണ്, മാങ്ങയാണ്. പൈസയുടെ ഹുങ്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ മക്കൾ ഇപ്പം എൻ്റെ കൂടെ തന്നെ. നമുക്ക് അത്ര വലിയ പൈസ ഉള്ള ആളൊന്നുമില്ല. പക്ഷെ നമുക്കൊരു 9 മാസം സമയമുണ്ടേ. നമ്മുടെ ഭാര്യ പ്രസവിക്കാൻ നമുക്ക് 9-10 സമയമുണ്ട്. ഈ സമയത്ത് അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് പിടിച്ച് വെച്ച് ജീവിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഷൂട്ട് റൂം എടുത്തോ, അല്ലെങ്കിൽ വലിയ വലിയ രാജഗിരിയിലോ കിംസിലോ അപ്പോളോ എവിടെ വേണമെങ്കിലും പോയി പ്രസവിക്കാം. അത് നമ്മൾ ചൂസ് ചെയ്യണ പോലെയാണ് പറയണേ. പിന്നെ നഴ്സുമാരോട് പറയാനുള്ളത്, എല്ലാ നഴ്സുമാരല്ല കേട്ടോ,
രാജകീയ നഴ്സുമാരൊക്കെ ശരിക്കും പൂട്ട് പൂജിക്കണം. എത്ര നല്ല രീതിക്ക് അവർ നമ്മൾ ട്രീറ്റ് ചെയ്തെന്ന് എനിക്ക് പറയാൻ വാക്കുകൾ. ഞാൻ ഇനി കുട്ടിയുണ്ടായാലും ഞാൻ അവിടെ തന്നെ പോകുള്ളൂ. ഡോക്ടർ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, അടിപൊളിയായിരുന്നു. ഇനി ഗവൺമെൻറ് ഹോസ്പിറ്റൽ നഴ്സുമാർക്ക് എനിക്കറിയില്ല എന്താണ് അവർക്ക് ശമ്പളം കൊടുക്കാണ്ടാണോ ശമ്പളം കിട്ടാണ്ടാണോ ഇവർ ഇങ്ങനെ പെരുമാറണത് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പെരുമാറുന്നവരുടെ കാര്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ ഈ ഡെലിവറിക്ക് വരുന്ന ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആയിരിക്കും. ആ പെണ്ണുങ്ങൾക്ക് ആ സമയത്തുള്ളൊരു പേടി, ടെൻഷൻ, പ്രശ്നം, അവരുടെ കൂടെ ഹസ്ബൻഡില്ല, അമ്മയില്ല, ആരുമില്ല ആ ലേബർ റൂമിൽ. അപ്പോൾ കുറച്ച് സ്നേഹത്തിൽ പെരുമാറിയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ വളയം ഊരി പോകാൻ പോകണമല്ലോ. നിങ്ങളും ഈ വേദന സഹിച്ചൊന്ന ആൾക്കാരനല്ലേ. അപ്പോൾ കുറച്ചൊക്കെ സ്നേഹത്തിൽ പെരുമാറിയെന്ന് വെച്ചിട്ട് ഒന്നും വരാനില്ല. ഇനിയിപ്പോൾ ഈ പിള്ളേരായി കഴിഞ്ഞാൽ അവരെ നോക്കി കൊണ്ടുവരുന്ന ഒരു ഭയങ്കര പാടാ, ചില്ലറ കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പറയും നീ ദുബായിലല്ലേ, നിനക്ക് എന്തെങ്കിലും അറിയണമെന്ന്. ഞാൻ ദുബായിലാണ്, എനിക്ക് എൻ്റെ ഭാര്യനും മക്കളും ഇങ്ങോട്ട് കൊണ്ടുവരണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ എപ്പോൾ പൈസ ഇട്ടാലും ഞാൻ പെരുന്നാളിന് പോകണം, ക്രിസ്മസിന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. എന്തെങ്കിലും രീതിയിൽ പൈസ ഇട്ട് ഞാൻ അപ്പം ആട്ടി പോകും. ചിലപ്പോൾ മാസം പോകും, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ പോകും, ചിലപ്പോൾ 3 മാസം കൂടുമ്പോൾ പോകും. അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയോടും മക്കളോട് സ്നേഹം കൊണ്ട് ഞാൻ പോകുന്ന. അല്ലാതെ കാശ് മൊത്തം കൂട്ടി വെച്ചിട്ട് നമുക്കൊരു കോപ്പും കിട്ടാനില്ല. നമുക്ക് എത്രത്തോളം ബാധ്യതകൾ കൂടുന്നോ അത്രത്തോളം നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ത്വര കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പൈസ ഇങ്ങനെ മാറ്റി വെച്ച് സേവ് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഇത് കാണുന്ന ആൾക്കാരോട് വൈഫിൻ്റെ ഡെലിവറിക്കൊക്കെ ഒന്ന് പോവുക വല്ലപ്പോഴൊക്കെ, ഇങ്ങനെ ഡെലിവറി ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ വൈഫിൻ്റെ അമ്മോട് പോയി കൂടെക്കാൻ പറയാം ബൈസ്റ്റാൻഡറായിട്ട്. നിങ്ങൾ നിങ്ങളുടെ അമ്മേനെ വിടാണ്ട് വൈഫിൻ്റെ അമ്മേനെ വിടാം. ഇനി ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ട് കമൻറ്റ് ബോക്സിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ സമ്പാദിക്കാം. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിനെ സമ്പാദിക്കാറ്. തെറിയെങ്കിൽ തെറി, ആട്ടെങ്കിൽ ആട്ട്, തുപ്പെങ്കിൽ തുപ്പ്. അങ്ങനെ തന്നെ നമുക്ക് ഈ യൂട്യൂബ് ഇൻസ്റ്റൻ്റായിട്ട് വേണ്ട ജീവിക്കാനായിട്ട്. അപ്പോൾ തെറി പറഞ്ഞെടുത്ത് തെറി പറയണം, കാര്യം പറഞ്ഞത് കാര്യം പറയണം. അതാണ് നമ്മുടെ പോളിസി. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പെണ്ണിൻ്റെ ശത്രു പെണ്ണാണെന്ന്. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷം ആഗ്രഹിക്കുന്ന സമയം എന്ന് പറയുന്നതാണ് ഒരു പ്രഗ്നൻസി സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുമ്പോഴാണ് അച്ഛനും അമ്മയും സന്തോഷമാണെന്ന് ഞാൻ കേട്ടാണ്. നേരെ മറിച്ച് ഒരു പെണ്ണ് സന്തോഷവതിയാവണത് അവൾ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ്. അത് കഴിഞ്ഞ് അവൾ പ്രസവിക്കുമ്പോഴാണ്, ഒരു അമ്മയായി അറിയുമ്പോഴാണ് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷവതിയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സന്തോഷം, സ്നേഹം, കുറച്ച് കരുതലും കാര്യങ്ങളൊക്കെ. ഇത് എനിക്ക് തോന്നുന്നൊരു 85-90% പെണ്ണുങ്ങളും കിട്ടാറില്ല. മനസ്സിലായോ? ആ പ്രഗ്നൻസി സമയത്ത് ഒരു 9 മാസം ഇവർക്ക് ഈ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനം ഒന്നും ഏറെക്കുറെ പെണ്ണുങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. എൻ്റെ പെണ്ണിന് എൻ്റെ കിട്ടിയതല്ലാണ്ട് മറ്റു ബന്ധുക്കാരെ നമ്മുടെ വീട്ടിൽ നിന്ന് എൻ്റെ പെണ്ണിന് കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തന്നെ. അപ്പോൾ ആ സമയത്ത് ഈ പ്രഗ്നൻസിയുള്ള സമയത്ത് ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം അവരെ സ്നേഹിച്ച് കൊണ്ടുനടന്നോ അവരെ തിരിച്ചത് കാണിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ, നിങ്ങളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടോ, സത്തായാലും അവരത് മറക്കില്ല. അത് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കും. തിരിച്ച് ഇവരെങ്ങനെയാണ് നിങ്ങളോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ കണ്ടെന്നെ അറിയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം പ്രഗ്നൻസി സമയത്ത് മാക്സിമം അവരെ സ്നേഹിച്ചും കെയർ ചെയ്തും കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. അവരതേപോലെ തിരിച്ച് നിങ്ങളെ ട്രീറ്റ് ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഡെലിവറി കഴിഞ്ഞ് മാക്സിമം കുറേ ബന്ധുമിത്രാദികളെ അടുപ്പിക്കേണ്ടിരുന്ന അത്രയും നല്ലത്. കാരണം ആ കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ എൻ്റെ ചെവി കറുത്തുപോയി, മൂക്ക് കറുത്തുപോയി, കണ്ണ് കറുത്തുപോയി എന്ന് പറഞ്ഞ് വരും. ഇവരൊക്കെ നമുക്ക് നല്ല രീതിയിൽ തെറി വിളിച്ച് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ രാജഗിരി അടിപൊളിയാണ്. കാരണം പുറത്തുനിന്ന് ഒരാളെ അകത്തും കയറ്റൂല, അകത്തുനിന്ന് ഒരാളെ പുറത്തേക്കും വിടൂല. ബൈസ്റ്റാൻഡർ 2 പേരുണ്ടോ ആ 2 പേർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു. അതൊന്നാമത്തെ കാര്യം. 2 ഇവരെയൊന്നും അഭിപ്രായം കേൾക്കണ്ട. 3 പാല് കൊടുത്തോ, പൊടി ഇളക്കി കൊടുത്തോ, അതങ്ങനെ കൊടുക്കാൻ പാടില്ല, പാലില്ല, അങ്ങനെയാണ്, അന്ന് അത് കഴിക്കാൻ പറഞ്ഞാലെന്ന് പറഞ്ഞ കുറേ അമ്മായിമാരെ കുറേ കുണാന്ന് അതും കേൾക്കേണ്ട കാര്യമില്ല. പിന്നെ അതിൽ മറ്റേ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് കണ്ടന്റ് ഉണ്ടല്ലോ. അതായത് നീ കാണണം നിൻ്റെ അമ്മ എങ്ങനെയാണ് നിന്നെ പ്രസവിച്ച്, എത്ര വേദന സഹിച്ചാണ് നിന്നെ പ്രസവിച്ചതെന്നുള്ളത്. അതൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവില്ല. നിങ്ങളുടെ മക്കൾ കുറച്ച് വലുതായി. ഞാനൊക്കെ ഇഷ്ടം പോലെ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പണ്ടത്തെ ഫോട്ടോ, അപ്പൻ്റെ അമ്മയുടെയും കൂടെയുള്ളൊരു ഫോട്ടോയോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളന്ന് ഇരുന്നതെന്നോ. എൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സ്കൂളിലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്ന് ആ 10 രൂപ കൊടുക്കാൻ പോലും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പം ഇങ്ങനെയുള്ളത് നമ്മുടെ മക്കൾക്ക് നാളെ അച്ഛനും അമ്മേനെയും തള്ളി പറഞ്ഞ സമയത്ത് ഇതേ ഒരു വീഡിയോ കാണിച്ച് കൊടുത്താൽ ചിലപ്പം മനസ്സലിയാണെങ്കിൽ ചിലപ്പോൾ അലിയും, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വലുതായി വരുമ്പോൾ ഇവർക്ക് കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ മോൻ അതിനുള്ള പ്രായമായിട്ടില്ല. ഇപ്പോഴും ഏതൊരു വീഡിയോയിൽ ഏതൊരു കൊച്ചൊരു അമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വേദന സഹിച്ചുകൊണ്ട് അമ്മ എന്നെ പ്രസവിച്ചതെന്ന്. അപ്പോൾ ആ ഒരു ചോദ്യം മതി ആ കൊച്ചിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്, എത്രത്തോളം വേദന സഹിച്ചാണ് എന്നെ പ്രസവിച്ചതെന്നുള്ളത്. മനസ്സിലായാ? അപ്പം ഇത്രയൊക്കെ തന്നെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ ഒരു യൂട്യൂബ് വീഡിയോ കൂടെ സൊസൈറ്റിക്കുള്ളൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വേദന സഹിച്ചാണ് സ്ത്രീകൾ പ്രസവിക്കണത് എന്നുള്ളത്. ഇത് അറിയാൻ പാടാത്ത കുറേ ഭർത്താക്കന്മാരെ കേസ് ഞാൻ പറഞ്ഞില്ലേ, ഭർത്താക്കന്മാരുടെ ആണുങ്ങളുടെ കമൻറ്റ് വിട്ട് അവർക്ക് അറിയാൻ പാടില്ല സ്വന്തം ഭാര്യ എത്ര പ്രസവിച്ചു എന്നോ
അമ്മ എത്ര വേദന സഹിച്ചു എന്നൊന്നും ഇവന്മാർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇവന്മാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും, നീയാണോ ലോകത്തിൽ ആദ്യം പ്രസവിക്കുന്ന പെണ്ണ്, നീയാണോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. അത് നമുക്ക് മുഖവരക്കെടുക്കേണ്ട ആവശ്യമില്ല, കല്ലുവല്ലേ. ഇന്നല്ലെങ്കിൽ നാളെ അവർ അടുത്ത പ്രസവത്തിന് ഭാര്യയുടെ കൂടെ കയറുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാരും ഭർത്താവ് ആകുമ്പോൾ ഇവന്മാർക്ക് മനസ്സിലാവും. അല്ലാണ്ടൊന്നും ഇവന്മാർക്ക് മനസ്സിലാവില്ല. ഇപ്പം എനിക്കായാലും ഞാനായാലും ഇപ്പോഴും മനസ്സിലാക്കിയത് വൈഫിൻ്റെ കൂടെ ഡെലിവറിക്ക് കയറിയതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവണമെന്നില്ല എത്രത്തോളം വേദന സഹിച്ചിട്ടാണ് എൻ്റെ ഭാര്യ 2 മക്കൾക്ക് ജന്മം കൊടുത്തതെന്നുള്ളത്. അപ്പം ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. കാര്യം തന്നെ ബാധിക്കണ കാര്യമൊന്നുമല്ല, ഞാൻ പറയാം, എന്നെ ബാധിക്കണ കാര്യങ്ങൾക്ക് മാത്രം ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ, അല്ലാത്ത കാര്യം ഞാൻ റിയാക്ട് ചെയ്യാറില്ല. കമൻറ്റ് ബോക്സിൽ കൂടെ ഉള്ള വർത്തമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും കുരു പൊട്ടിയിട്ട് എന്തെങ്കിലും വിവാദങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സുമായിട്ട് ബന്ധപ്പെടുക, നമുക്ക് അവിടെ സംവദിക്കാം. ഓക്കെ, അതുവരേക്കും ബൈ ബൈ.